കഥകളി എന്ന വിശ്വോത്തര കലയെ ഒരു സങ്കേതമാക്കി മാറ്റിയാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ് ശ്രീദേവിയോട് പറഞ്ഞത്. അത് ഏതൊക്കെ തരത്തിൽ സംഭവിക്കാൻ, രാഷ്ട്രീയമായി, സാമൂഹികമായി, സൗന്ദര്യാത്മകമായി, പ്രതീകാത്മകമായി, അതിൻ്റെ പല കോണുകളിൽ നിന്നുള്ള വളരെ വിദഗ്ധമായ നോട്ടങ്ങൾ നമ്മളിവിടെ അനുഭവിച്ചു. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സമാപന പ്രഭാഷണം നടത്തുന്നത് ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഹൃദയരായ സുഹൃത്തുക്കളെ, പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാൻ്റെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ സിമ്പോസിയത്തിൽ ഒരു പ്രബന്ധം വായിക്കാനാണ് എന്നോട് ആദ്യം ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അപ്പുകുട്ടൻ തന്നെയാണ് ആദ്യം എന്നോട് വിളിച്ചു പറഞ്ഞത്, പിന്നെ ഡോക്ടർ അനിൽ വെള്ളത്തോളും. ഇപ്പം നേരത്തെ എൻ്റെ ഒരു ചെറിയൊരു ആരോഗ്യ പ്രശ്നം കൊണ്ടൊരു സുദീർഘമായിട്ടുള്ള പ്രബന്ധം അവതരിപ്പിക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ അതേസമയത്ത് ആശാനെക്കുറിച്ച് ഉള്ള ആ ഒരു മീറ്റിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ വയ്യ, കാരണം അത് എൻ്റെ കടമയാണ്. അപ്പോഴാണ് പറഞ്ഞതിനോടൊരു വാലിഡിറ്ററി സ്പീച്ച്, അവസാന സമാപന പ്രഭാഷണം പറ്റുമോ എന്നുള്ളത്. അത് ഞാൻ വിചാരിക്കും ഇന്നൊരു അനുഗ്രഹമായി. വേറെ എന്താ വെച്ചാൽ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ശബ്ദത്തിനൊക്കെ ആകെ 2-3 ദിവസമായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമായി എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുകയാണ്. മറ്റൊന്ന്, എന്നോട് പ്രബന്ധം അവതരിപ്പിക്കാൻ പറഞ്ഞ ഒരു കളരി അനുഭവം, രാമൻകുട്ടി നായരാശൻ്റെ കളരി അനുഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിഷയമായിട്ടാണ് എന്നോട് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ അർഹനാണ്, എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം രാമൻകുട്ടി നായരാശൻ്റെ കളിയിൽ കൂടിയാണ് ഞാൻ ആദ്യവസാന വേഷങ്ങളൊക്കെ ചൊല്ലിയാടി ഉറപ്പിച്ചത്. അതിന് മുമ്പ് തന്നെ ഈ ആശാനെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഒരു 58 മുതൽക്കുകൊണ്ട് കലാമണ്ഡലത്തിൽ ചേർന്ന ആ കാലം മുതൽക്കുകൊണ്ട് ആശാൻ്റെ 85 അവിടുന്ന് വിരമിക്കുമ്പോഴും അതിന് ശേഷവുമൊക്കെ അടുത്ത ഗുരുശിഷ്യബന്ധം പുലർത്തിയിരുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് രാമൻകുട്ടി നായരാശാൻ എനിക്ക് നിരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിനൊരു ഉദാഹരണങ്ങൾ മാത്രമേ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ആദ്യത്തത്, ഈ ആശാനെക്കുറിച്ച് കേൾക്കുന്നത് എൻ്റെ നാട്ടിലൊരു കഥകളി കരിക്കാട് അമ്പലത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് 4 അരങ്ങ് കളികൾ ഒരു കാലഘട്ടത്തിൻ്റെ ഇതായിരുന്നു. PSV നാട്യസംഘമായിരുന്നു ആ കഥയൊക്കെ. അപ്പം അന്ന് ആശാൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ, അപ്പം എന്നെ സംബന്ധിച്ചോളം വെച്ചാൽ ഞാൻ വിക്ടോറിയ കോളേജിൽ 1 കൊല്ലത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കലാമണ്ഡലത്തിൽ ചേരാൻ വരുന്നത്, 16ാമത്തെ വയസ്സിൽ. അപ്പം അന്ന് കലാമണ്ഡലത്തിൻ്റെ ആ സാഹചര്യം എന്താ വെച്ചാൽ, അവിടെ വരുന്നവരൊക്കെ ചിലർ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, ചിലർ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ് തോറ്റതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈയങ്കോട് ശ്രീധരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഇതിൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു ലെവലിൽ അങ്ങനെ വന്നവരാണ് പലരും. അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതല്ല, അത് നമുക്കറിയാം. ആ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം അതായിരുന്നു. അപ്പോൾ പലരുടെ നിർബന്ധം കൊണ്ട് വന്ന് ചേർന്നിട്ടുള്ള അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു കലാമണ്ഡലത്തിൽ. അവിടേക്കാണ് ഞാൻ ഈ കോളേജിൽ നിന്ന് വന്ന ഒരു വിദ്യാർത്ഥി അവിടെ ചേരാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പഴയ കലാമണ്ഡലത്തിൻ്റെ ഒരു വലിയൊരു കളരിയുണ്ട്, സാമാന്യം ദീർഘമായിട്ടുള്ളൊരു കളരിയിലേക്ക് അന്ന് 52ഓളം വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ആ അപേക്ഷകരിൽ അവിടെ ഈ അപേക്ഷകൻ്റെ വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങിയ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങേപ്പുറത്ത് 2 വ്യക്തികളുണ്ട്, ഒരു വ്യക്തിയും കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ വ്യക്തി, ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും ഇതൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു, അവർ അത്ഭുതപ്പെട്ട് പറഞ്ഞു എന്നെ, ഈ തിരുമേനി, ഈ നമ്പൂരി കോളേജൊക്കെ പഠിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതവിടെ വലിയൊരു വിഷയമായി, കാരണം അതുവരെ ഉണ്ടാവാത്ത ഒരു സാഹചര്യം. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പ്രായമായിട്ട് വളരെ
യോഗ്യനായിട്ടൊരു വ്യക്തി. അന്ന് ഞാനത് അദ്ദേഹം മുകുന്ദരാജാവാണെന്നൊന്നും അറിയില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനിയുടെ ഇല്ല എവിടെയാണ്, എന്താണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആ ആളെ അറിയുമോ എന്ന് ചോദിച്ചു. ആ അറ്റത്തിരിക്കണ ആളെ അറിയുമോ ചോദിച്ചു. അപ്പം എനിക്കറിയില്ല, കാരണം പൊക്കം കുറഞ്ഞ് ഒരു അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഈ മുകുന്ദരാജാവ് പറഞ്ഞു, അയാളാണ് രാമൻകുട്ടി, ഹനുമാൻ്റെ വേഷം കിട്ടുന്ന ആളാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഓർമ്മ എന്താ വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കഥകളിക്ക് ഹനുമാൻ്റെ വേഷം കെട്ടിയിട്ട് അന്നൊക്കെ വെച്ചാൽ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ വക കളിയുണ്ട് പകല സമയത്ത്. അപ്പോൾ ഈ കുശലവന്മാരായിട്ടുള്ള ആശാൻ്റെ ആ കളികളും അങ്ങനെയൊക്കെ അതിനൊക്കെ അനുകരിച്ച്, അപ്പോൾ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലിങ്ങനെ രാമൻകുട്ടിയും ഹനുമാനും എന്നുള്ള രണ്ട് വാക്കുകൾ ഇങ്ങനെ എവിടെയോ ഒരു പരസ്പര ബന്ധം എന്നുള്ള നിലയ്ക്ക് പിന്നെ ഒന്നും ഓർമ്മിക്കണല്ലോ. അത് കഴിഞ്ഞ് ആശാൻ്റെ അടുത്ത് ചെന്നു. ആശാൻ അടിയും മുട്ടി നോക്കി. ആശാൻ്റെ ഒരു നിരീക്ഷണത്തിൻ്റെ ഒക്കെ ഒരു ചിത്രം പറഞ്ഞാൽ ഒരുപാട് പറയാണ്ട് രാമൻകുട്ടി നായരാശാൻ്റെ ആ ഒരു ഭാഷയെക്കുറിച്ച്. ആശാൻ ചോദിച്ചിട്ട് ആദ്യത്തെ ചോദ്യം വിക്കല് പറയിച്ചിട്ടുണ്ട് ആശാനെ. അന്ന് തന്നെ പറഞ്ഞു, ഒരു വീട്ടിലേക്ക് ഇല്ലത്തെങ്ങനെയാ ഭക്ഷണം കഴിക്കാണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ചേരാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്ന ചോദ്യം ഇല്ലത്ത് ഭക്ഷണം ഉണ്ടോ, ഇല്ല ഊണ് കഴിക്കാണ്ടോ, ഇല്ലെങ്കിൽ ഇല്ലത്ത് ആരൊക്കെ, ഇതൊക്കെയാണോ ആദ്യം ചോദിക്കുക. ഏതായാലും നമുക്കതൊന്നും ചിന്തിക്കില്ല, സമയമില്ല. അപ്പോൾ ഞാൻ തലയാട്ടിയിട്ടുണ്ടാവാം, എൻ്റെ ഓർമ്മയിലാണ്. അതെ, ഇവിടെ തല്ലും കുത്തും ചവിട്ടുകയും കിട്ടും. തിരുമേനി അതിനൊന്നും പുറപ്പെടണ്ട. കോളേജ് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ, വല്ല എൻജിനീയറിങ്ങോ വല്ല മെഡിസിനോ അവർ പഠിക്കാൻ ആശാൻ അങ്ങനെ പറഞ്ഞ് എന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് വന്നപ്പോൾ എൻ്റെ മനസ്സാകെ ക്ഷീണിച്ചു. ഏതായാലും ഞാൻ മോഹിച്ച് വന്ന ആളാണ്. കാരണം കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കുചേലവൃത്തവും അങ്ങനെ ഒരു അരങ്ങേറിയിട്ടുണ്ട്. മറ്റേ വി പി രാമകൃഷ്ണൻ നായർന്നൊരു കഥകളി നടന്നായിരുന്നു കോവാത്ത്. അപ്പോൾ കഥകളി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കഥകളിക്ക് എൻ്റെ മോഹത്തിന് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ആശാൻ്റെ ഈ കമൻറ്റ്. അപ്പം ഞാൻ എൻ്റെ മനസ്സാകെ കെട്ടു. ഏതായാലും ഇനിയിപ്പോൾ നമുക്കൊന്നും കിട്ടുന്നില്ല. എന്നാലും ആശാനോട് നിർത്തി പറഞ്ഞു, അത് സാരില്ല, ഒരു കാര്യം ചെയ്യും, ഒരു 4 നടത്തം നടക്കാൻ പറഞ്ഞു അവിടെ. അത് അന്നത്തെ കാലത്തെ കഥകളി ഈ ചേരാൻ വരുന്ന വിദ്യാർത്ഥികളുടെ അവരോട് പറയുന്ന ഒരു വിഷയമാണ്. അവർക്ക് വല്ല വൈകല്യങ്ങളുണ്ടോ, നടക്കുമ്പോൾ കാലിനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞു. ഞാൻ ചാലി നടന്നു, ഒരു താളം പിടിപ്പിച്ചു. താളം പിടിക്കുക, ചെറിയ താളത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ താളബോധം ഉണ്ടോ എന്നറിയാൻ. ഇങ്ങനെ വളരെ പ്രാഥമികമായിട്ടുള്ള ചില ടെസ്റ്റുകൾ അന്നത്തെ ഒരു രീതിയായിരുന്നു. അതിന് മുമ്പ് ഇപ്പോൾ ഗോപിയാശാൻ്റെ ഒക്കെ പറഞ്ഞത് ഒരു വേഷം കെട്ടിച്ച് നോക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാകവി. ഈ വേഷത്തിന് പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറ്റുന്ന മുഖമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്തൊക്കെ അതൊക്കെ നിന്നിരിക്കണം. ഞങ്ങളോട് ചോദിച്ചിട്ടുള്ള ആ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ആശാൻ്റെ ആ ചോദ്യത്തിലെ ഒരു നർമ്മം ഇങ്ങനെ സാധാരണഗതിയിൽ ഒരാളിങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ പിന്നീടായിട്ടാണ് ഞാൻ ആലോചിക്കണത്. ഇതൊക്കെ ഞാൻ അടുത്ത കാലത്ത് എൻ്റെ ഒരു ആത്മകഥ പോലെ എഴുതിയിട്ടുള്ള മഷീലത്തിളക്കം എന്നുള്ളൊരു പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തെ എൻ്റെ കഥകളിയിരിക്കുന്ന പ്രവേശനത്തെക്കുറിച്ചൊക്കെ ഞാൻ എന്നെ ഓർമ്മയെടുത്തുള്ള. അപ്പോൾ രാമൻകുട്ടി നായരാശാൻ എന്നുള്ള വ്യക്തിയെ ഞാൻ അന്ന് മുതൽക്ക് നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബോധപൂർവമോ അബോധമായിട്ടോ ഒഴിച്ചില്ല. പിന്നീട് ആശാൻ്റെ കളരിയിൽ ചേർന്നതിന് ശേഷം, അപ്പോൾ അന്നൊക്കെ രാമൻകുട്ടി നായരാശാൻ, പത്മനാഭൻ നായരാശാൻ, അന്ന് 2 അധ്യാപകന്മാർ മാത്രമേ ഉള്ളൂ. ആ കൊല്ലാണ് ഗോപിയാശാനും അവിടെ അധ്യാപകനായിട്ട് ചേർന്നത്. അപ്പോൾ 3ാമതൊരാൾ ഗോപിയാശാനാണ്. ഗോപിയാശാൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ പെട്ട ആളാണ് ഞങ്ങൾ 5 പേര്. അതിൽ നിന്ന് 2 പേര് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പിന്നീട് ഞാൻ രാമൻകുട്ടി നായരാശാനെ ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കാണുന്നത്, ഇപ്പോൾ കലാധരൻ മനോഹരമായിട്ട് രാമൻകുട്ടി നായരാശാൻ്റെ ഒരു ചിത്രം തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്നു. അതിൽ ആശാൻ്റെ
ആ ഗൗരവ സ്വഭാവവും അതുപോലെ അദ്ദേഹത്തിൻ്റെ നർമ്മങ്ങളും ലോകധർമ്മിയും നാട്യധർമ്മിയും അങ്ങനെ ആ കലാധരൻ്റെ ഒരു വീക്ഷണം അതിമനോഹരമായിട്ടുണ്ട് ആ രാമൻകുട്ടി നാരായണൻ്റെ ഒരു നീളം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ആശാൻ്റെ ഈ ഒരു തരത്തിലുള്ള അദൃശ്യത എന്ന് പറയട്ടെ, അത് സ്വാഭാവികമായിട്ടും ആശാൻ്റെ ആശാൻ എന്നുള്ള പട്ടിക്കാന്തൊടി ലാവണ്യമേനൊന്നും കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം പോലെയാണ്. കളരിവാണത്തിൽ കൂടിയും അങ്ങനെ കഥകളി അഭ്യസിച്ചതിൻ്റെ അത് വേറെ നിൽക്കണു. ഇതല്ല, ഇത് നൈസർഗികമായിട്ടുള്ള രാമൻകുട്ടി നാരായണൻ്റെ സ്വഭാവം, അതുപോലെ തന്നെ പട്ടിക്കാന്തൊടി ലാവണ്യമേനൻ്റെ സ്വഭാവവും എങ്ങനെയാണ് ഇത് യാദൃച്ഛികമായിട്ട് രാമൻകുട്ടി നാരായണൻ ഒത്തുചേർന്ന് എന്നുള്ളതും വളരെ അത്ഭുതമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ രാമൻകുട്ടി നാരായണനെ കാണുക അല്ലെങ്കിൽ രാമൻകുട്ടി നാരായണൻ കലാമണ്ഡലത്തിൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയോട് പലരും അവർ പുച്ഛം പറയാണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ രാമൻകുട്ടി നാരായണൻ ചെറുതുരുത്തിക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കലാമണ്ഡലം നിശബ്ദമാണ്. ആശാൻ തല്ലിയിട്ടോ അടിച്ചിട്ടൊന്നുമല്ല. പക്ഷേ രാമൻകുട്ടി നാരായണൻ്റെ ഒരു വ്യക്തിപ്രഭാവം എന്ന് തന്നെ പറയട്ടെ, അതിൻ്റെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ആശാൻ്റെ സ്വഭാവം ആശാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ അത് പ്രതിഫലിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഉദാഹരണങ്ങളെ കുറേശ്ശൊക്കെ കലാധരൻ പറയുകയുണ്ടായി. അത് അപ്പോൾ യാദൃശ്ചികമായിട്ട് വന്നതല്ല, അത് ഒരു ജന്മന ഉള്ള ആശാൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഈ മൗനം എന്നുള്ളത്. വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തി, അതിൽ തന്നെ വളരെ അടുത്ത് ഉള്ളവരോടും അവനവൻ്റെ സമകാലികന്മാരായിട്ടുള്ള കൃഷ്ണൻകുട്ടി പൊതുവാളാശാനോ അല്ലെങ്കിൽ അപ്പുക്കുട്ടി പൊതുവാളാശാനോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി മറ്റേ സൂപ്രണ്ടോ അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി. ഞങ്ങൾക്കൊന്നും രാമൻകുട്ടി നാരായണനെ അടുക്കാൻ തന്നെ വയ്യ. കാരണം ആശാനെ കണ്ടാൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം രാമൻകുട്ടി നാരായണൻ അന്ന് കാലത്ത് 3 മണിക്ക് ഞങ്ങൾ അഭ്യാസം തുടങ്ങുകയാണ്. ആ കാലത്ത് 2:45 ബെല്ലടിക്കും, 3 മണിക്ക് കണ്ണുസാധനം തുടങ്ങണം. അത് കഴിഞ്ഞാൽ ഉഴിച്ചിലൊരു 7 അപ്പോൾ ആശാൻ പലപ്പോഴും ഈ കണ്ണുസാധനത്തിന് വരില്ല. അതിന് ഗോപിയാശാൻ അന്നവിടെ നിയമിക്കപ്പെട്ടതോട് കൂടിയിട്ട് ജൂനിയർ അധ്യാപകൻ ഗോപിയാശാൻ വരും കണ്ണുസാധനത്തിന്. അത് കഴിഞ്ഞ് കളരിക്ക് ഉഴിച്ചിലിന് കച്ച കെട്ടാൻ തുടങ്ങിയാലേ ആശാൻ ഈ ഉഴിച്ചിലിൻ്റെ സമയത്തെ ആശാൻ അധികം എത്തുള്ളൂ. കാൽസാധനത്തിനൊന്നും ആശാൻ വരില്ല. അങ്ങനെ അന്ന് ഉഴിച്ചിലിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതൊന്നും എനിക്കൊന്നും കിടക്കണില്ല. കാരണം രാമൻകുട്ടി നാരായണൻ്റെ ഉഴിച്ചിൽ 8 കൊല്ലം അനുഭവിച്ച ആളാണ് ഞാൻ. ആ ആശാൻ്റെ കാലിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, നിങ്ങളാരും ശ്രദ്ധിച്ചിരിക്കില്ല. സ്വാഭാവികമായിട്ടും ഒരു നടൻ്റെ മുഖമോ അല്ലെങ്കിൽ കൈകളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ആവും ഒരു ശ്രദ്ധ വിടുക. പക്ഷേ രാമൻകുട്ടി നാരായണൻ്റെ കാലിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. സാധാരണ കഥകളിക്ക് പറ്റടിക്കാല് പറ്റില്ല എന്ന് പറയും. പറ്റടിക്കാലെന്ന് പറഞ്ഞാൽ എന്തായാലും പറയ്ക്കും മലയാളം ഒരു പറ്റടിക്കാലെന്നുണ്ട്. പതിഞ്ഞ കാലുള്ളവരും അങ്ങനെ ഉയർന്ന കാലുണ്ട്. ഈ പറ്റടിക്കാല് കഥകളിക്ക് പറ്റില്ല എന്ന് പറയും. അത് കുറച്ച് കാരണം വക്കുകൊണ്ട് ചവിട്ടാൻ സാധിക്കണമെങ്കിൽ പറ്റടിക്കാലുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർക്ക് ഗോപീശ്വരൊക്കെ മനോഹരമായിട്ടുള്ള കാലാണ്, അത് നല്ല ഉള്ളിൽ ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ രാമൻകുട്ടി നാരായണൻ്റെ ആ കാലിൻ്റെ ഒരു സൗന്ദര്യം എന്താ വെച്ചാൽ ഉഴിച്ചിലനുഭവിച്ചവർക്ക് ഇത് അറിയുള്ളൂ. രാമൻകുട്ടി നാരായണൻ്റെ ഉഴിച്ചിലനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളവർക്ക് ആശാൻ്റെ ഉഴിച്ചിലിൻ്റെ ഒരു സുഖം എന്താ പറയുക, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വായു കൊടുക്കാൻ പാടില്ല ഒഴിയുമ്പോൾ. അത് ചില നിയമങ്ങളുണ്ട്. അരക്കെട്ടിൽ കുറേ അധികം കൊടുക്കണം. മറ്റേ മാറിൻ്റെ അവിടേക്കൊക്കെ വരുമ്പോൾ അതൊക്കെ വളരെ ലഘുവാക്കണം. അങ്ങനെ അത് ഈ അനുഭവം കൊണ്ട് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയല്ല, ആ അനുഭവം കൊണ്ട് പഠിക്കുകയാണ് എല്ലാവരും ചെയ്യുക. ഇപ്പോൾ രാമൻകുട്ടി നാരായണൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ ചെറിയ കാലുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഒരു സുഖം പറയാൻ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഓർമ്മകളാണ് ഉള്ളത്. രാമൻകുട്ടി നാരായണൻ്റെ കാലിൻ്റെ സൗന്ദര്യം മറ്റൊന്നും ഞാൻ പറയുന്നില്ല, മറ്റൊക്കെ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ആശാൻ്റെ ഒരുപാട് ദൈനംദിന ജീവിതത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ കലാമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ആശാൻ എങ്ങനെയാണ് കുളിക്കാൻ പോവുക, ആശാൻ എങ്ങനെ കുളിച്ചു വരിക, അങ്ങനെ ആശാൻ എങ്ങനെയാണ് മറ്റേ കളരിയിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോവുക, എങ്ങനെ തിരിച്ചു വന്ന ആശാൻ നിത്യവെള്ളയാണ് ആശാൻ ഒഴിക്കുക. എന്നും ആശാൻ അലക്കി തേച്ച മുണ്ടേ ഉൾക്കൊള്ളും. അതിനെന്താ വെച്ചാൽ ആ കാലത്തൊക്കെ ധാരാളം ഈ
സമ്മാനം കൊടുക്കുമ്പോൾ അധികം ഓണപ്പട കൊടുക്കും. അപ്പോൾ എന്നും അന്നിങ്ങനെ പുളിയിലക്കരമുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നമുക്കൊന്നും വളരെ ചിന്തിക്കാൻ കൂടി പറ്റിയല്ല. അപ്പോൾ രാമൻകുട്ടി ആശാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ആശാൻ്റെ മുറിയുടെ പുറത്ത് ആ ഈറം മാറാനുള്ള ഈ മുണ്ടും അവിടെയും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോയിട്ട് മറ്റേ ഭാരതപ്പുഴയിൽ പോകുമ്പോൾ ഒരു 2 മുരട് മറ്റേ കുറുന്തോട്ടി എടുക്കുന്നുണ്ടാവും. കുറുന്തോട്ടിയുടെ ഇല ഇതൊക്കെ കൃത്യമാണ്. എല്ലാ ദിവസവും ആശാൻ കുളിച്ചു വരുമ്പോൾ അതേമാതിരി ആ ചിട്ടകളൊക്കെ പാലിച്ച് ആശാൻ ധൃതിപ്പെടുക എന്നുള്ള ഒരു വിഷയം ചിന്തിക്കാൻ തന്നെ വയ്യ. അതായത് എങ്ങനെയാണ് നരകാസുരൻ്റെ അവസാന കാലത്തൊക്കെ ആശാൻ ഇത്രമാത്രം കാലം തള്ളിയിട്ടുള്ള കാലത്തൊക്കെ ആശാൻ ഇങ്ങനെ അരങ്ങത്ത് വരുന്നത് അത്ഭുതം തോന്നും. ഒന്നൊരു ഭാഗം അങ്ങേയറ്റം വിളംബം, മറ്റൊന്ന് അങ്ങേയറ്റം വേഗതയോട് കൂടിയിട്ടുള്ള. അപ്പം ഇങ്ങനെ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള ആശാൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം, ആശാൻ്റെ ജീവിത ശൈലിയുടെ ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ആശാനെ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു സംഭവം മാത്രമേ ഞാൻ ഈ പറയാൻ പോകുന്നുള്ളൂ. ആശാൻ്റെ നർമ്മത്തിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പം അന്ന് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അവിടുത്തെ ഡിസിപ്ലിനൊക്കെ പറഞ്ഞാൽ പട്ടാളത്തിൽ ഇതിലും വലിയ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. ഇവിടെയാണ് കലാമണ്ഡലത്തിലാണ് ഡിസിപ്ലിൻ ഉണ്ടാവുക ആശാൻ്റെ. അപ്പം ഞങ്ങൾക്ക് 3 കൊല്ലം ഗോപിയാശാൻ്റെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ്സിൽ കയറ്റം കിട്ടി. അപ്പോൾ രാമൻകുട്ടിയാശാൻ്റെ കടലിലാണ് പിന്നെ ഞങ്ങളുടെ അഭ്യാസം. അപ്പോൾ ആ കാലത്ത് കുറച്ച് മുതിർന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അവരൊന്നും ആദ്യം ചേർന്നവരല്ല, പന്തളം നമ്പുരാൻ തുടങ്ങിയുള്ള കുറച്ച് പേര്. അപ്പോൾ അവരൊക്കെ ഈ 5 മണിയുടെ ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ ആപ്പീസും അവിടെ തന്നെയാണ്. അവിടെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ടായിരുന്നു, ബാഡ്മിൻ്റൺ കളിക്കാനുള്ള കോർട്ട്. അത് ഈ മുതിർന്ന തമ്പുരാനോ അങ്ങനെയുള്ള ചിലരൊക്കെ കൂടും. പിന്നെ ഓഫീസിൽ നിന്ന് കിള്ളിമംഗലം വാദ്യമരിപ്പാട് സൂപ്രണ്ട് ഒരു ശങ്കരൻ നായരുടെ അങ്ങനെ വൈകുന്നേരമായി അങ്ങനൊരു കളിയുണ്ട്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ബാഡ്മിൻ്റൺ ആയിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ അതൊന്നും ചിന്തിക്കാൻ തന്നെ വയ്യാത്തൊരു അന്തരീക്ഷമാണ്. അപ്പം എൻ്റെ മോഹം ഭയങ്കരമായിട്ടൊരു മോഹം ഒരു ദിവസം കളിക്കണം വിചാരിച്ചിട്ട് ആശാൻ ഇല്ലാത്ത ദിവസം നോക്കി ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിലിറങ്ങി എന്നിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റേതായിട്ട് സ്വഭാവം ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞ് പോയി. അപ്പം എൻ്റെ ഒപ്പം പഠിക്കുന്ന സഹപാഠികൾ പറഞ്ഞു, എടോ രാമൻകുട്ടി നാരാശൻ ഇവിടെ വന്നു പോയി. ഇതങ്ങോട്ട് കേട്ടോടുകൂടി എൻ്റെ ആവി ആകെ പോയി. ഇനിയിപ്പോൾ കളരി ചെന്നാൽ എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രതികരണം നിശ്ചയില്ല. കാരണം അങ്ങനെ ഒരു കാലമായിരുന്നത്. ഏതായാലും ആശാൻ കണ്ടുപോയി എന്നുള്ളത് കുട്ടികൾ പറഞ്ഞോട് കൂടിയിട്ട് എൻ്റെ സംഭവം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കളരിയിൽ ചൊല്ലിയാട്ടം തുടങ്ങുമ്പോൾ ഒരു ദിവസം നരകാസുരൻ ചൊല്ലിയടിക്കുക ആശാൻ ഞങ്ങളെ. അപ്പോൾ ഒരു കഥ ഒരാഴ്ച മുഴുവൻ നീണ്ടു നിൽക്കും. ഒരേ കഥ തന്നെ. നരകാസുരൻ വെച്ചാൽ 5 ദിവസം നരകാസുരൻ, കല്യാണത്തിന് ഭീമൻ വെച്ചാൽ 5 ദിവസം. അങ്ങനെ അതായത് കുട്ടികൾക്ക് ഇത് ശരീരത്തിലും മനസ്സിലും അതിൻ്റെ ഒരു സംസ്കാരവും അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് മറക്കാണ്ടിരിക്കാനും ഉണ്ട്. അതെൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ ഈ നരകാസുരൻ ചൊല്ലിയാടുന്ന 15 ചൊല്ലിയാടി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ആട്ടമുണ്ട്. ആ ആട്ടത്തിൽ എനിക്ക് എന്തോ പിഴച്ചു. അതെനിക്കറിയില്ല. പിഴച്ചു എന്നുള്ളത് ബോധ്യം എനിക്കില്ല. രാമൻകുട്ടി നാരാശൻ അപ്പോൾ ഒരു മാധവ പണിക്കരുണ്ട്, കാവുങ്കിൽ മാധവ പണിക്കർ എന്നൊരാളുണ്ട്, പാട്ടുകാരൻ. വയസ്സായിട്ടുള്ള ആൾ. അദ്ദേഹത്തിന് ഈ പല്ലൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ആ ഒരു ആൾ രാമൻകുട്ടി നാരാശൻ. അപ്പം അതിൻ്റെ മുമ്പേ എങ്ങനെയാ വെച്ചാൽ ഈ പ്രാഥമിക പാഠങ്ങളിൽ പെട്ടെന്ന് ഒന്നാണ് ചുഴുപ്പ് എന്നൊന്ന് പറയും. ഒരു മൂമെൻസാണ്. അതിങ്ങനെ ദിവസേന ആവർത്തിക്കണം. കാരണം ഈ കഥകളിയുടെ നൃത്തത്തിന് നമ്മൾ വളരെ സൈദ്ധാന്തികമായിട്ടോ ഒരു താത്വികമായിട്ടോ ചിന്തിക്കുമ്പോൾ അതിൻ്റെ രൂപം മുഴുവൻ വക്രമായിട്ടാണ് വരിക. എല്ലാ മൂമെൻസും അതിലൊരു ചുഴുപ്പുണ്ട്. ഇല്ല, ഇപ്പോൾ കൈയെങ്ങനെയൊക്കെ ആയാലും ഇവിടെ ഒരു ചുഴുപ്പുണ്ട്. അതിവിടെ ഒരു ചുഴുപ്പുണ്ട്. എവിടേക്കാണ് ശരീരത്തിന് ചുഴിക്കാൻ സാധ്യതയുള്ളത് വെച്ചാൽ അവിടുത്തെ ചുഴുപ്പുകൾ ബന്ധപ്പെടുത്തിയിട്ട് കഥകളിയുടെ ശിക്ഷണ ശാസ്ത്രത്തിൽ ചുഴുപ്പ് എന്നൊരു പാഠം വളരെ പ്രധാനമാണ്. അത് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു അഭ്യാസമാണത്. അപ്പോൾ ആ 5-6 തരത്തിലുള്ള രീതികളിൽ ചുഴുപ്പെടുക്കണം. അപ്പോൾ ഒരു പ്രാഥമിക അധ്യാപകത്തിന് ആശാൻ അത് ഇടയ്ക്ക് കാലത്ത് ഒഴിച്ചിലോ അല്ലെങ്കിൽ എങ്ങനെയാ വെച്ചെങ്കിൽ
ആ ഒരു അഭ്യാസം ആണെങ്കിൽ രാമൻകുട്ടി നാരാശൻ കളരിയിലേക്ക് വരുമ്പോൾ തന്നെ ആ വിളംബലയത്തിലങ്ങനെ വന്ന് ആശാൻ്റെ ഒരു ചെല്ലപ്പെട്ടിയുണ്ട്, ഒരു മറ്റേ സ്റ്റീൽ കൊണ്ടുള്ളൊരു ചെല്ലപ്പെട്ടിയുണ്ട്. അത് വന്ന് അവിടെ ഇരുന്ന് അവിടെ കസേരയിൽ അവിടെ ഇരുന്നാൽ പറയില്ല എന്താണെന്നുള്ളത്. വളരെ അപൂർവം 2-3 വാക്ക് പറയും. ഓ ചുഴുപ്പ് നമുക്ക് കേൾക്കാനും കൂടിയും പറ്റില്ലാവില്ല. ചുഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ മുഖത്തേക്ക് നോക്കണം എന്താശാൻ പറയണം എന്നുള്ളത്. അപ്പോൾ ചുഴുപ്പ് എന്ന് അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചുഴുപ്പ് തുടങ്ങി. ഈ ചുഴുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മളുടെ അര വേദനിക്കും, മുട്ട് വേദിക്കും, മാറിന് വേദന വരും, സകല സന്തുക്കളിലും ഇങ്ങനെ വേദന തുടങ്ങി. പക്ഷേ ഒരു വിട്ടുവീഴ്ചയില്ല അവിടെ. അപ്പോൾ ആശാനൊരു മൂളി കഴിഞ്ഞാൽ തുടങ്ങണം, പിന്നത്തെ മൂളൽ കഴിഞ്ഞാൽ നിർത്തണം. അപ്പം അങ്ങനെ ഒരു മൂളലിൽ കൂടിയാണ് ആശാൻ ഈ സൂചന കൊടുക്കുക ഇന്ന തരത്തിൽ. അങ്ങനെ കുറേ കഴിഞ്ഞിങ്ങനെ ഞങ്ങൾക്കിങ്ങനെ വേദന സഹിക്കാൻ വയ്യാതായി. അപ്പോൾ ഒന്നിങ്ങനെ ഈ താണ് നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊരാശ്വാസം കിട്ടും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് പോന്തി നിൽക്കുമ്പോഴേക്ക് ആശാനറിയാം, ആശാൻ ഈ കളരി കൂടി വന്ന ആളാണല്ലോ, ആശാനറിയാം പിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആശാൻ്റെ കണ്ണ് എപ്പോഴും ആ ഭാഗത്തേക്കാവും ഉണ്ടാവുക. അപ്പോൾ അത് പേടിച്ചിട്ട് ഇതില്ല. കുറച്ച് കഴിയുമ്പോഴേക്കാണ് ആശാൻ മുറുക്കാൻ തുടങ്ങും. ആ മുറുക്ക് കാണുന്നതാണ് ആശാൻ്റെ. ആ ചെല്ലം എടുക്കലും അതിൽ നിന്ന് എറ്റിലെടുത്ത് പുറത്ത് വയ്ക്കലും ആ 100-ൻ്റെ അടപ്പനെടുത്ത് പുറത്ത് വയ്ക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മുറുക്കിൻ്റെ ഒരു ചിത്രം. അതും തന്നെ ഓരോന്നും ആ വെറ്റിലയുടെ ആ നാരൊക്കെ കളഞ്ഞ് ഇതിലൊക്കെ സമയമെടുക്കുക. അതാണ് ഞാൻ ഇതിലേക്ക് വരാൻ പോകുന്നത്. അത് രാമൻകുട്ടി നാരാശാൻ എങ്ങനെയാണ് ഒരു അരങ്ങിൽ ഈ ആശാൻ്റെ ഈ ആംഗ്യഭാഷയുടെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു സംവേദനക്ഷമതയും എങ്ങനെയാണ് ആശാൻ ഉൾക്കൊണ്ടതൊരു പക്ഷേ ആശാൻ്റെ ശൈലി അതാവാം, ആശാൻ അഭ്യാസത്തിൽ കൂടി നേടിയത് മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അഭ്യാസം ഒരു വളരെ പ്രധാനമാണ്. പട്ടിക്കാന്തൊടി രാവണ്യമേന ആശാൻ്റെ കളരിയിൽ കൂടി ഒളപ്പമണ പറഞ്ഞ പട്ടിക്കാന്തറകൾ തൊടി കളരിയുടെ കിരീടം എന്നാണ് പറയുക രാമൻകുട്ടി നാരാശാനെ. ഒളപ്പമണയുടെ ഒരു ലേഖനത്തിൻ്റെ. അപ്പോൾ തൻ്റെ ഗുരുനാഥൻ്റെ കളരിയിൽ കൂടി അനുഭവിച്ച ശിക്ഷണത്തിൻ്റെ സാർവലൗകിക എല്ലാ തരത്തിലുള്ള ആംഗിക സൗന്ദര്യവും അതുപോലെ അതിന് തുടർന്നുള്ള ആശാൻ്റെ രംഗക്രിയകൾ, കഥകളിയിൽ അരങ്ങിലായാലും വലിയ കളരിയിലായാലും രംഗക്രിയകളൊക്കെ ഈ തരത്തിലുള്ള ഒരു നൈസർഗികമായിട്ടുള്ള ഒരു സ്വഭാവം ആശാൻ്റെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം അയാളെ പ്രതിഫലിക്കുന്ന അയാളുടെ കഥാപാത്രത്തിൽ നിന്നുള്ളത് ഒരു പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേസ് സ്റ്റഡി നടക്കുക വെച്ചെങ്കിൽ ശരിക്കും രാമൻകുട്ടി നാരാശൻ വളരെ അതിപ്പോൾ ഇന്ന് കിട്ടുന്ന ചില അപൂർവം ചില വീഡിയോകളുണ്ട്. കാരണം ഒരു ഉത്ഭവത്തിൻ്റെ വീഡിയോ എടുക്കാനുള്ളൊരു സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഒരു ഘട്ടത്തിൽ. രാമൻകുട്ടി നാരാശൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന കിളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാണ്ട് ഇവർ രണ്ടുപേരും ഒരേ കൊല്ലാണ്. അവർ റിട്ടയർ ചെയ്തത് അവർ ജന്മനാളും അതെ മാസം ഒന്നാണ്. അപ്പോൾ ആ സൂപ്രണ്ടിൻ്റെ ഒരു മറ്റേ സപ്തതിയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്ഭവം റെക്കോർഡ് ചെയ്തത്. അതൊക്കെ ഒരു സാഹചര്യം വേറെ ഉണ്ടായിരുന്നു. ഏതായാലും അത് ഇന്ന് അവൈലബിളാണ്. ശരിക്ക് രാമൻകുട്ടി നാരാശൻ്റെ ഒരു കേസ് സ്റ്റഡിക്ക് പറ്റിയതാണ് ആ മറ്റേ വീഡിയോ വെച്ചിട്ട് എങ്ങനെയാണ് ആശാൻ്റെ ആംഗികാഭിനയത്തിൻ്റെ അതുപോലെ തന്നെ താളത്തിൻ്റെ അത് പറയാനില്ലല്ലോ. അവിടെ നടന്ന താളത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പം എന്തായാലും അങ്ങനെ ആ വ്യക്തിയും ഒരു അഭ്യാസത്തിലൂടെ നേടിയെടുത്തതിന് പുറമെ തൻ്റെ വ്യക്തിഗതങ്ങളായിട്ടുള്ള ഒരു തരത്തിലുള്ള വാസനകളും ഒരുതര ശീലങ്ങളും ആ നടലിൻ്റെ രംഗാവതരണത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നുള്ളത് അത് വളരെ കലാധരൻ അതിനെപ്പറ്റിയുള്ള വളരെ ഒരു കാര്യങ്ങൾ പറഞ്ഞു ആശാൻ്റെ മറ്റേ ജീവിതത്തിനെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ ഈ ചുഴുപ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാൻ മുറുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും ഞങ്ങൾ എന്നാൽ ഇനിയിപ്പോൾ ആശാൻ്റെ മൂളുകരിക്കാൻ വിചാരിക്കും. അപ്പം എൻ്റെ 10-15 മിനിറ്റായി ഞങ്ങൾ നിൽക്കണു. ഈ 15 മിനിറ്റായപ്പോൾ കാലിങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങിയത്. എപ്പോഴാണ് വീഴാൻ നിശ്ചയമില്ല. പക്ഷെ ആശാനൊരു കുലുക്കമില്ല. നിങ്ങൾ വീണാലും വേണ്ടില്ല വീണില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ പറഞ്ഞിട്ടേ ഇനി നിർത്താൻ പാടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേ ആശാൻ നീട്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ആശാൻ മെല്ലെ നീട്ടിട്ട് അപ്പോൾ ആ കളരിയുടെ സ്വഭാവമുണ്ട് കലാമണ്ഡലത്തിൻ്റെ. അവിടെ നോക്കിയാൽ മറ്റേ ഭാരതപ്പുഴ കാണാം. ആശാൻ കളരിയുടെ അവിടെ തിണ്ടുണ്ട്.
ആ തിണ്ടുമ്പിൽ കാലിൽ നോക്കി വെച്ചിട്ട് ആ ഭാരതപ്പുഴയിൽ നോക്കുക. ഇവിടെ ഞങ്ങളിവിടെ വീഴാൻ തുടങ്ങുകയാണ് ഏറ്റവും. അപ്പോഴാണ് ഒരിടം കണ്ടിട്ട് ഞങ്ങളിരുന്ന് നോക്കല്. അപ്പം ഞാൻ ഇതിൽ ഈ ചുഴുപ്പിൻ്റെ ചിത്രം പറയണത് എന്താ വെച്ചാൽ, ഈ തനിക്ക് തൻ്റെ ഗുരുനാഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശിക്ഷണം, രാവണ്യവാസൻ്റെ കളരിയിൽ 100 തവണ ഉത്ഭവം ചൊല്ലിയാടിയിട്ടുണ്ട് എന്നുള്ളത് രാമൻകുട്ടി നാരായണ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടിയാന്നൂർ രാവണ്യമേനാശാൻ്റെ കളരിയുടെ ഒരു സ്വഭാവത്തിനെക്കുറിച്ച് കൃഷ്ണൻകുട്ടി ആശാൻ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു സ്നേഹപാന രീതി പോലെയാണ് ആശാൻ്റെ കളരി. ഈ വെള്ളം വാരി കൊടുക്കണതല്ല, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചു എന്ന് അറിഞ്ഞാലേ സ്നേഹപാന രീതി എങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് പൂന്തോട്ടത്തിൽ വെച്ച് പറയുമ്പോൾ, ഈ ആയുർവേദത്തിനോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഈ സ്നേഹപാന രീതിയാണ് പട്ടിക്കാന്തുടി രാവണ്യമേനോൻ്റെ കഥകളിയുടെ ഒരു കളരിയുടെ സ്വഭാവമെന്ന് കൃഷ്ണൻകുട്ടി ആശാൻ അതിനെ വിലയിരുത്തുകയാണ്. അപ്പം അങ്ങനെയുള്ള ശിക്ഷണത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ള ഒരു മഹാനടൻ കലാമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചതിനുള്ള സൗഭാഗ്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ വേഷങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ വഴിയെ പറയണമെന്നില്ല. കാരണം അതിലധികം എൻ്റെ അനുഭവ സീമ അദ്ദേഹത്തിൻ്റെ കളരിയും അദ്ദേഹത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒന്നുറപ്പാണ്, ഒരു സന്ദർഭത്തിൽ രാമൻകുട്ടി നാരായണനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തില്ല, ഒരു കഥകളിയെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തേണ്ട ഒരു അവസരത്തിൽ കോഴിക്കോട് RECയിൽ ഒരു അനുഭവം ഉണ്ടായതാനും കൂടിയും ആശാനെക്കുറിച്ച് പറയാം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കഥകളിയെക്കുറിച്ച് പറയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, നേരത്തെ കുട്ടി പറഞ്ഞ കേട്ടോ എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ RECയിലുള്ള ഓഡിയൻസ് ഞാൻ എൻ്റെ ധാരണ വെച്ചാൽ മലയാളികളാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അറിയണത് അവിടെ ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റേറ്റുകളിലും വന്നിട്ടുള്ള നോൺ മലയാളീസുകളുമുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, അതെ കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഭാഷയ്ക്ക് അത്രയൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിവൃത്തിയില്ലാണ്ട് ഞാനും കുറേ കടിച്ചു പിടിച്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ രാമൻകുട്ടി നാരായണനെക്കുറിച്ച് പറയാൻ എന്തെങ്ങനെ ഈ രാമൻകുട്ടി നാരായണനെ അങ്ങനെ ഒരു ഓഡിയൻസിന് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുക, കഥകളി സംഗീതത്തെക്കുറിച്ച് പറയാനൊന്നും അവിടെ ഒരാൾക്കും അറിയില്ല. നമ്മളിപ്പോൾ ഹനുമാനെ കുറിച്ച് പറഞ്ഞാലും വേണ്ടില്ല, ആശാൻ്റെ വേഷങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ ആശാനെക്കുറിച്ച് പറഞ്ഞാലും ഒന്നും അതിൽ അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു യുക്തി എന്താ വെച്ചാൽ, ഈ ഒരു വിഷയം അറിയാത്തൊരു സദസ്സിലേക്ക് ഒരു വിഷയത്തിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കും കൂടിയും അറിയുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ കൂടുതൽ യേശും അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ക്രിക്കറ്റ് കാര്യം അറിയാത്തവരില്ലല്ലോ. അപ്പോൾ അതിന് പറയാനൊരു കാരണമുണ്ട്. ഒരു ചിറ്റൂരി തമ്പൂരി ഒരാളൊരു ക്രിക്കറ്റ് ചരിതം കാട്ടക്കഥ എഴുതിയിട്ടുണ്ട്. പഴയ അവതരിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അതിൽ മനോഹരമായിട്ടുള്ള ഈ ക്രിക്കറ്റിനെയും കഥകളിയും കൂടിയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുറേ കോമൺ ഫാക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മനോഹരമായിട്ട് അതൊരു ആട്ടൊക്കെ. ഏതായാലും അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിൽ പറഞ്ഞപ്പോൾ അപ്പോൾ ക്രിക്കറ്റിൽ ഞാൻ പറഞ്ഞു, ആശാനെ സച്ചിൻ ടെണ്ടുൽക്കറായിട്ടാണ് ഉപമിച്ചു. ഇതിൽ പെർഫെക്ഷൻ്റെ ആൾ എന്നുള്ള നിലയ്ക്ക് അത് പറഞ്ഞോടുകൂടി ആ ഓഡിയൻസിന് ഭയങ്കര അപ്ലോസായി. അപ്പോൾ രാമൻകുട്ടി നാരായണൻ എന്നുള്ള വ്യക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പൂർണ്ണതയാണ് ആശാൻ്റെ ഒരു പെർഫെക്ഷൻ എവിടെയൊക്കെ വേണോ ആ പെർഫെക്ഷനിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ആശാൻ തയ്യാറല്ല. അതാണ് തിരിഞ്ഞു നോക്കുന്ന രാമൻകുട്ടി നാരായണനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളൊക്കെ സഹപ്രവർത്തകനെ പലപ്പോഴും അതിൽ കവിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം സംഭവങ്ങളിലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ആശാൻ അതിനെ കാണുമ്പോൾ ആശാൻ തൻ്റെ കല ഒരു 24 ക്യാരറ്റായിട്ട് നിലനിർത്താനുള്ള അതാണ് ആശാൻ്റെ വാശിയും ആശാൻ്റെ പൂർണ്ണതയും. അത് ആശാൻ്റെ അരങ്ങേറ്റം പോലും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. ഏതായാലും ഞാൻ കാണുന്ന രാമൻകുട്ടി നാരായണൻ്റെ എല്ലാ വേഷങ്ങളെക്കുറിച്ചും ആ തരത്തിൽ അതിനെ വിലയിരുത്താനും, അതുപോലെ തന്നെ സഹൃദയൻ്റെ ഭാഗത്തുനിന്നും പൂളിയമ്പൂരി നീലാണമ്പൂരി പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അരങ്ങത്ത് മടങ്ങും പോലെ അല്ല, തിരിച്ചാണ് ആശാൻ എല്ലാ നടന്മാരും അരങ്ങത്തേക്ക് പോകുമ്പോഴാണ് ആശാൻ അരങ്ങത്ത് മടങ്ങി വരിക എന്നുള്ളത്. കാരണം ഉടുത്തിക്കെട്ടണോ യാതൊരു ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് ആശാൻ്റെ വേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു ഞാനിരിക്കുന്നില്ല. എനിക്കിപ്പോൾ വേറെ വിഷയം അങ്ങനെ ആശാനെക്കുറിച്ചുള്ള സ്മരണ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരു കാരണം, ഇപ്പം രാമൻകുട്ടി നാരായണനെ നമ്മൾ പറയുമ്പോൾ
അത് കേൾക്കേണ്ടത് ആരാണ്? പ്രധാനമായിട്ടും ഇന്നത്തെ കലാകാരന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രയോക്താക്കളാണ്. ഈ ഓഡിയൻസിൽ ഇപ്പോൾ ആകെ ഒരു കൃഷ്ണകുമാരനുണ്ട്, ഒരു ഹരിനാരായണനുണ്ട്. മറ്റുള്ളവർക്കൊക്കെ ഇപ്പോൾ രാമൻകുട്ടി നാരായണൻ വെച്ചാൽ എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണോ? വേണ്ടിയിരുന്നത് ഈ സദസ്സിൽ നല്ലൊരു വിഭാഗം കഥകളി നടന്മാരായിരുന്നുണ്ട്. അതിൻ്റെ ശൂന്യത. അപ്പം അങ്ങനൊരു മുമ്പിൽ ഞാൻ ഈ രാമൻകുട്ടി നാരായണൻ്റെ കളരിയെക്കുറിച്ചോ രാമൻകുട്ടി നാരായണൻ്റെ പാഠത്തിനെക്കുറിച്ചോ എനിക്ക് പറയാൻ താല്പര്യമില്ല. തന്നെയാണ് അതൊരു എങ്ങനെ വേണമെങ്കിൽ എടുത്താലും വേണ്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഇതിൻ്റെ മുമ്പിൽ സംസാരിച്ച 3 പ്രമുഖ വ്യക്തികളുടെ സംഭാഷണങ്ങൾ. കലാധാരനെക്കുറിച്ച് പറയാനില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ ഭാഷയൊക്കെ നമുക്ക് വളരെ എഴുത്തിലായാലും വേണ്ടില്ല, പ്രഭാഷണത്തിലായാലും വേണ്ടില്ല. കലാധരൻ അതിലൊക്കെ ഒരു തരത്തിൽ ഇന്നൊരു പക്ഷേ ഇന്ന് കലാധരനെ പോലെ കഥകളി വിഷയങ്ങൾ ഇത്ര ആധികാരികതയോടും ഇത്ര അനുഭവത്തോടു കൂടിയും കലാധരൻ പറഞ്ഞു 82 മുതൽ കലാമണ്ഡലത്തിൽ ചേർന്ന മുതൽക്കുള്ള കലാധരൻ്റെ അനുഭവങ്ങളൊക്കെ അതിമനോഹരമായിട്ട് എനിക്ക് വലിയ അതിലൊരു വിഷയം എന്താ വെച്ചാൽ എനിക്ക് ഒരു തോന്നിയെന്താ വെച്ചാൽ പല വിശേഷങ്ങളിലും അദൃശ്യത എന്ന് മറ്റേ ആ വാക്ക് കലാധരൻ ഉപയോഗിച്ചില്ല. പക്ഷെ അതിന് പകരം കലാധരൻ ഒരുപാട് വാക്കുകൾ എടുത്ത് പറഞ്ഞു. അതിങ്ങനെ ആ രാമൻകുട്ടി നാരായണൻ അങ്ങനെ പരിചയമുള്ളവർക്ക് ആശാൻ്റെ ഓരോ ചിത്രങ്ങളും ആരോടും സംസാരിക്കായ, എന്നാൽ ഒരു ഭാഗത്ത് ഗൗരവത്തിൻ്റെ മൂർത്തീകരണമായിട്ടുള്ള ഒരു വ്യക്തി, മറുഭാഗത്ത് മൗനം ആണ് ആശാൻ്റെ ശക്തി എന്നുള്ള എം ടി വാസുദേവൻ നായർ പറഞ്ഞ പോലെയാണ്. എം ടി വാസുദേവൻ നായരുടെ ഈ ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും രാമൻകുട്ടി നാരായണൻ്റെ ആംഗ്യ ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ പലപ്പോഴും ചെറിയൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇവരുടെ ഭാഷ, രാമൻകുട്ടി നാരായണൻ്റെ ഭാഷ ആംഗ്യഭാഷയാണ്, ആശാൻ്റെ എം.ടിയുടെ എഴുത്ത് ഭാഷയാണ്. അസാമാന്യ സാമ്യതകളുണ്ട്. അത് വേണമെങ്കിൽ ഒരു പഠനത്തിന് വിധേയനാക്കാവുന്നതാണ് ഈ തരത്തിലുള്ള നമ്മുടെ. അപ്പോൾ അങ്ങനെ കലാധരൻ ഒരുപാട് ആശാനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന് ഈ മറ്റാളുടെ പേര്, രണ്ടാമത്തെ ആളെ പേര് എനിക്ക് പേര് ക്ഷമിക്കണം, ഞാൻ പേര് പറഞ്ഞേ. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം കഥകളിയെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ട് ഒരു താല്പര്യപ്പെടുന്ന ഒരാൾക്ക് ഇന്ന് ഒരേ ഒരു ഗ്രന്ഥം KPS മാൻ്റെ പുസ്തകം മാത്രമേ ഉള്ളൂ. അത്രയും ആധികാരികമായിട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം മറ്റൊന്നില്ല. അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് പറയുകയാണ് KPS മാൻ്റെ പുസ്തകമാണ് ഇന്ന് കഥകളിയുടെ ആധുനിക ചരിത്രം. ആ ചരിത്രത്തിൽ രാമനാട്ടം മുതൽക്കൊണ്ടുള്ള ഒരു നല്ലൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കും സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്കും ആദ്യത്തെ ഭാവമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ആമുഖമുണ്ട്, ഒരു അവതാരികയുണ്ട്. കഥകളിയുടെ ശരീരം ദ്രാവിഡമാണെങ്കിൽ ആത്മാവ് ആര്യമാണ് എന്നൊരു പ്രയോഗമുണ്ട് ആശാൻ്റെ, അല്ല KPS മാൻ്റെ ഇല്ല. അതൊക്കെ ധാരാളം പഠനത്തിന് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ, അതിൽ തെക്കൻ സമ്പ്രദായത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ അതുവരെ കേട്ടിട്ടില്ല. ഞാൻ പലപ്പോഴും അതിൽ സംശയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ തെക്കൻ സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ കപ്ലിങ്ങാട് സമ്പ്രദായം എന്ന് ഒരു 440 വട്ടം പറയും. അപ്പോൾ കഥകളിയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ കപ്ലിങ്ങാട് എന്നുള്ള വ്യക്തി കലാമണ്ഡലത്തിലുള്ള നെടുമ്പരക്കിലുള്ള ഒരു നമ്പൂതിരി, അദ്ദേഹം സ്വസിദ്ധമായിട്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ അത്യന്തം വാസന ഉണ്ടായിരുന്നൊരു വ്യക്തിയായിട്ടാണ് അതിൽ രേഖപ്പെടുന്നത്. നമ്മുടെ ഐതിഹ്യമാലയിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച്. അപ്പോൾ അതിവാസനക്കാരനായിട്ടുള്ള ഒരാൾ പാട്ടിലായാലും കൊട്ടിലായാലും പിന്നെ വളർന്നത് ലക്കിടി എന്നുള്ള ആ ഭൂപ്രദേശത്ത് ഒരു കാലത്ത് വളരെയധികം കുഞ്ചൻ കൊട്ടുള്ള കാലം മുഴുക്കനെ വന്നിരുന്ന ഒരു പ്രാദേശിക പ്രദേശം. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അമ്മാത്ത അവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് നേടിയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ ഇല്ലത്തെ ഒരു കളിയോഗം ഏർപ്പെടുത്തുകയും ആ കളിയോഗത്തിൽ കാവുങ്ങ പണിക്കന്മാർ ഒരു 4-5 ആൾ തൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട്
സാക്ഷാൽ കോട്ടയത്ത് തമ്പുരാൻ്റെ കഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഇട്ടീരിപ്പനിക്കയുടെ അനിയനായിട്ടുള്ള നാണുമേനോൻ തന്നെ വിളിച്ച്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണ് ഈ കപ്ലിങ്ങാട് പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ കളരിയിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ സംഭാവനകളുണ്ട്. അതൊക്കെ ഒരു വളരെ കഥകളുടെ ചരിത്രത്തിൽ ഒരു തരത്തിൽ ഒരു മൈൽ സ്റ്റോണാണ് ഈ കപ്ലിങ്ങാട്. ഇത് നമ്മൾ കൊട്ടാരക്കര, വെട്ടം, കോട്ടയം, അത് കഴിഞ്ഞ് കല്ലടിക്കോട്, അത് കഴിഞ്ഞ് കപ്ലിങ്ങാട്, അത് കഴിഞ്ഞ് കല്ലുവഴി, അത് കഴിഞ്ഞ് കലാമണ്ഡലം എന്ന് രേഖപ്പെടുത്തുമ്പോൾ ഈ കപ്ലിങ്ങാടിനെ സംബന്ധിച്ചോളം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ശിഷ്യന്മാരിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചരിത്രക്കൂടി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ പോയി തിരുവനന്തപുരത്ത് പോയി കാർത്തിക തിരുനാളുടെ കാലത്ത് അദ്ദേഹം പലരെ അഭ്യസിപ്പിച്ചു. അങ്ങനെയൊക്കെ പരാമർശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കളരിയുടെ തുടർച്ചകൾ ഈ കാവുങ്ങ പണിക്കന്മാരാണ് അവസാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരായിട്ടും ചിലരൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയും ഇന്നിപ്പോൾ ഇദ്ദേഹം സൂചിപ്പിച്ചപ്പോഴാണ് എനിക്ക് വലിയൊരു വെളിപാട് പോലെ ഉണ്ടായത്. എങ്ങനെയാണ് ഈ കുണ്ടൂർ നാരായണമേനൻ്റെ കീഴിൽ കൂടി ആ കപ്ലിങ്ങാട് മറ്റേ ഭീമപ്പണിക്കരോ അല്ലേ, അങ്ങനെയല്ല അല്ല മറ്റേ മാതൃകുഞ്ഞ പിള്ളപ്പണിക്കരെ എത്തിച്ചേർന്നുള്ള ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഞാനിതൊരു ഒരു വിമർശനമായിട്ട് പറയല്ലോ, ഇതൊക്കെ ചരിത്രത്തിൽ ഇന്നും കണ്ടെത്തേണ്ട കുറേ വിഷയങ്ങളായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും വിമർശനങ്ങളുടെ എന്തേ കൊണ്ട് KPS മേനോൻ എന്ത് തെക്കൻ സമ്പ്രദായത്തെക്കുറിച്ച് ഇത് പറയേണ്ട അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ആ പുസ്തകം എഴുതിയത് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ച് ആ വിവരങ്ങളാണ് അദ്ദേഹം അതിൽ കുറിച്ച്. അദ്ദേഹം ഈ മറ്റേ മാധൂർ കുഞ്ഞപ്പിള്ള പണിക്കരെ പറ്റി പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഈ പന്നിശ്ശേരി നാണുപിള്ളയുടെ മകനായിട്ടുള്ള ഒരു ശ്രീനിവാസക്കുറുപ്പ് എങ്ങനെയാണ് മാധൂർ കുഞ്ഞപ്പിള്ള പണിക്കരുടെ വേഷങ്ങളെക്കുറിച്ച് പറഞ്ഞതെന്ന് അതാണ് അദ്ദേഹം അവിടെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തെ അറിയില്ല തെക്കൻ സമ്പ്രദായങ്ങൾ. പക്ഷേ എന്തുകൊണ്ട് ഒരു ഇപ്പോൾ 70 കൊല്ലമായിട്ടുണ്ടാകുമ്പോൾ കഥകളി രംഗം മിക്കവാറും എഴുതി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് പുതിയൊരാൾ ആ തെക്കൻ സമ്പ്രദായത്തെ കേന്ദ്രീകരിച്ചിട്ട് ഒരു പഠനമായിട്ട് അടുത്ത കാലത്തായിട്ടുള്ള കഥകളി സ്വരൂപം എന്നുള്ള മങ്കൊമ്പിൻ്റെ പുസ്തകം വളരെ ശ്രദ്ധേയമാണ്, അത് സംശയമില്ല. കാരണം അദ്ദേഹം ഒരുപാട്, പക്ഷേ അതൊരു പ്രയോക്താവ് എഴുതിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഇന്നും കലാമണ്ഡലത്തിൻ്റെ കളരി കപ്ലിങ്ങാട് കളരിയാണ്. കപ്ലിങ്ങാടുകാരുടെ ആധികാരികത ചെങ്ങന്നൂരാശാനാണ് എന്ന് പറയുമ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ എനിക്ക് വലിയൊരു കൗതുകം തോന്നി. അത് ഞാൻ എൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. കൂടുതലായി ചെയ്യേണ്ടതാണ്. പിന്നെ എനിക്ക് മൂന്നാമത്തേൽ എനിക്ക് ഏറ്റവും അങ്ങനെ കേട്ടുകൊണ്ട് എനിക്ക് പരിചയമില്ലാത്തൊരു ഏരിയയാണ് അത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ അതിലൊരു കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, എന്താ അറിയോ, രാമൻകുട്ടി നായരാശാൻ്റെ 70ാം പിറന്നാൾ നടക്കുകയാണ് കാറൽമണ്ണ വെച്ചിട്ട്. അപ്പോൾ അതിൽ അന്ന് സിനിമാ നടൻ മുരളിയാണ് അന്നത്തെ അധ്യക്ഷനൊക്കെ ആയിട്ട്. അങ്ങനെ രാമൻകുട്ടി നായരാശാനല്ല, കോട്ടയ്ക്കത്തി ശിവരാമൻ്റെ ആണ്. അതിന് രാമൻകുട്ടി നായരാശാനാണ് സംശയമുള്ളത്, അല്ല കോട്ടയ്ക്ക് ശിവരാമൻ്റെ വേണം. ഏതായാലും അവിടെ അപ്പം ശിവരാമൻ പ്രസംഗവേദിയിലുണ്ട്, രാമകൃഷ്ണനുണ്ട്, കുറേ പേര് ഉണ്ട്. ഇപ്പം ശിവരാമൻ്റെ ഒരു രാമൻകുട്ടി നായരാശാനെ അനുസ്മരിക്കുന്ന അല്ലെങ്കിൽ ആശാനോട് വരുന്ന ഒരു ഭാഗം പറഞ്ഞു. ശിവരാമൻ്റെ ഭാഷയും പറയാനായിട്ട് ശിവരാമൻ പറയാണ്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഏറ്റവും അധികം സൈരന്ധ്രി കെട്ടിയിടുന്നത് രാമൻകുട്ടി നായരുടെ കീചകനാണെന്ന് പറയും. പിന്നെ ഒരുപാട് ആൾക്കാരൊപ്പം ഞാൻ സൈരന്ധ്രി കെട്ടിയിട്ടുണ്ട്, കൃഷ്ണ നായരാശാൻ മുതൽക്കൊണ്ട് അങ്ങനെ മഹാന്മാരുടെ ഒക്കെ ഒപ്പം സൈരന്ധ്രി കെട്ടിയിട്ടുണ്ട്. ഒപ്പം രാമൻകുട്ടി നായരാശാൻ്റെ ഒപ്പം ധാരാളം സൈരന്ധ്രി കെട്ടിയിട്ടുണ്ട്. പക്ഷേ രാമൻകുട്ടി നായരുടെ കീചകൻ അവിടെ നിൽക്കുമ്പോൾ ഈ സൈരന്ധ്രിക്ക് അറിയാണ്ടെന്ന് നോക്കാൻ തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോൾ അന്നത്തെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് കൈയടിച്ചു. വേറൊന്നല്ല, രാമൻകുട്ടി നായരാശാൻ്റെ കത്തിയുടെ സൗന്ദര്യം, ഇത്ര ഈ കത്തിയുടെ സൗന്ദര്യം എന്ന് പറയാൻ പറ്റുന്ന സമകാലിക നടന്മാർ ആരും ഉണ്ടായിട്ടില്ല. വേഷസൗഭാഗ്യത്തിൽ ആശാന് പല പരിമിതികളുണ്ടെങ്കിലും
രാമൻകുട്ടി നായരാശാൻ്റെ കത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കലാധനതിനെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് ആ കത്തി വേഷങ്ങളുടെ ആഢ്യത്വത്തെക്കുറിച്ചും അതിൻ്റെ ആ ധാർഷ്ട്യത്തിനെക്കുറിച്ചും അഹങ്കാരത്തെക്കുറിച്ചൊക്കെ നമുക്ക് ആശാൻ്റെ വേഷങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ധാരാളം പറയാം. അപ്പോൾ ആ പരാമർശം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ സൗന്ദര്യമായിട്ടുള്ളൊരു മറ്റേ ശിവരാമനെ പോലുള്ളൊരു ദമയന്തി ശിവരാമൻ എന്ന് പേരിട്ടിട്ടുണ്ടല്ലോ മറ്റേ പി കുഞ്ഞരാമൻ നായർ. അതിനാണ് ഈ ശിവരാമൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്, ദമയന്തി ശിവരാമനൊക്കെ. അപ്പോൾ സ്ത്രീവേഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു മറ്റേ പ്രതീകമായിട്ടുള്ള ശിവരാമൻ ഈ രാമൻകുട്ടി നായരാശാൻ കത്തിയുടെ സൗന്ദര്യത്തിൻ്റെ രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് ഈ പറഞ്ഞ ആ ഒരു പരാമർശം വളരെയധികം ബോധിച്ചു. ഞാൻ കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല. ഞാൻ ഒരുപാട് രാമകൃഷ്ണനെ കുറിച്ചൊരു ചെറിയൊരു ലേഖനമൊക്കെ എഴുതിക്കൊണ്ടത്, ഞാൻ അതിനൊന്നും വായിക്കാൻ വരുന്നില്ല. അവസാനമായിട്ട് ഈ രാമൻകുട്ടി നായരാശാൻ്റെ ശതാബ്ദി കലാമണ്ഡലം കൂത്തമ്പത്ത് പൂട്ടം തന്നെയാണ് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് നടത്തിയപ്പോൾ അന്നും ആശാൻ അനുസ്മരിക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അന്ന് ഞാൻ തുടങ്ങിയ തന്നെ പട്ടിക്കാന്നൊരു ലാവണ്യ മേനോൻ എന്ന ആൾ, അദ്ദേഹം ഒരു ആചാര്യൻ, ഒരു പക്ഷേ കഥകളിയുടെ ചരിത്രത്തിൽ ഒരു പ്രയോക്താവ് തൻ്റെ കലയെക്കുറിച്ച് എഴുതി വയ്ക്കുന്ന ഒരേ ഒരു ആട്ടക്കുറിപ്പ് ലാവണ്യമേനോശാൻ്റെയും. അത് ഇന്നും പഠനത്തിന് ലഭ്യമാണ്. ആശാൻ്റെ 6-7 പുസ്തകങ്ങളുണ്ട്. ആ കാലത്ത് ആശാൻ കൊടുങ്ങല്ലൂർ പോയി ഒരു കഥയൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് കടുക്കമഷിയിലൊക്കെയാണ് അന്നേതൊരു കാലത്ത്. അതൊക്കെ പഠനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ തന്നെയാണ് അരങ്ങത്തൊക്കെ വഴിയാണ്. പക്ഷേ അതിൽ കൂടുതൽ ആശാൻ കുറേ കമൻറ്റുകൾ എഴുതിയിട്ടില്ല. താൻ എങ്ങനെയാണ് കഥകളിയെ കാണുന്നത്, ഒരുപാട് അതിൻ്റെ ഈ ആട്ടങ്ങളെക്കുറിച്ചൊക്കെ തമ്പുരാക്കന്മാരെ എഴുതി കൊടുത്തുള്ള ആട്ടങ്ങളുടെ അർത്ഥങ്ങളും അതൊക്കെയാണ് ഇപ്പോൾ പട്ടിക്കാന്നൊരു കളരിയിൽ ഇന്ന് പഠിപ്പിക്കുന്നത്. അതാണ് ഇന്നും അത് തന്നെയാണ് കലാമണ്ഡലങ്ങളിൽ. പക്ഷെ അതൊക്കെ അപ്പുറം ആശാനിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിലൊന്നൊരു വേദവാക്യം പോലെ സൂചിക്കുന്നതാണ്, അഭ്യാസി വാസനക്കാരന് ജയിക്കും, വാസനക്കാരന് അഭ്യാസി ജയിക്കാൻ പറ്റില്ല. ഇത് എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് രാമൻകുട്ടി നായരാശാൻ. ആ രാമൻകുട്ടി നായരാശാൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ കുമ്പിട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ രാമൻകുട്ടി നായരാശാൻ്റെ കളരിയെക്കുറിച്ച് ശിഷ്യൻ്റെ അനുസ്മരണത്തോടുകൂടി ഈ സിമ്പോസിയത്തിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കാൻ രാമൻകുട്ടി നായരാശാൻ്റെ മകനായ ശ്രീ അപ്പുകുട്ടനെ തന്നെ ക്ഷണിക്കുന്നു. സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. ഈ ഒരു വേദിയിൽ ഇന്നൊരു ദിവസം മുഴുവൻ കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള കഥകളിയുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുന്ന, എഴുതുന്ന നിരവധി ആളുകളുടെ പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. രാമൻകുട്ടി നായർ എന്ന കഥകളി നടനെ ഉപരി കഥകളി എന്ന അതിബൃഹത്തായ സങ്കേതത്തെക്കുറിച്ചാണ് എല്ലാവരും നമ്മോട് പറഞ്ഞത്. ഞാൻ കൂടുതലായൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ രാമൻകുട്ടി നായർ എന്ന കഥകളി നടൻ്റെ ജന്മശതാബ്ദിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതാണ് ലൈവായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നിരവധി കഥകളി നടന്മാർ ഇതുപോലുണ്ട്. അവരൊക്കെയും തന്നെ ഇതുപോലെ അവരുടെ അനുഭവങ്ങളും അവരുടെ ജീവിതവും അവരുടെ കഥകളിയും അവരുടെ അരങ്ങും അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കഥകളിക്ക് ഇതൊരു മുതൽക്കൂട്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഞാൻ പിന്നാലുണ്ട്, അച്ഛൻ്റെ പിന്നാലുണ്ട്. അതിനെ കുറിച്ചൊരു അവകാശം കൂടി ആവുകൊണ്ട് അച്ഛൻ്റെ പിന്നാലെ നടന്നത് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പക്ഷേ ഇതുപോലെ ഒരുപാട് ആളുകളുടെ മൺമറിഞ്ഞു പോയ ആളുകളുടെ അനുഭവങ്ങളും കഥകളിയും അവരുടെ പ്രവൃത്തികളും നമുക്ക് അറിയേണ്ടതുണ്ട്. അവരെല്ലാം ഇത് ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും
അതോടൊപ്പം തന്നെ ഇതേഷ് മാഷ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ഞാൻ. കാരണം ഈ മുഴുവൻ ഇത് റെക്കോർഡ് ചെയ്ത് ഇനി അത് വീണ്ടും ടെലികാസ്റ്റ് ചെയ്യും. നമ്മളത് ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ടെലികാസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അത് കേന്ദ്ര സംഗീതനാടക അക്കാദമിക്ക് കൈമാറുകയും ചെയ്യും. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം വന്നിട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.